മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ബൈജുരാജ്. ഹായ് ഹായ്. അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച, വീണ്ടും ഒരു വിഷയം. നമ്മൾ സുബോധ ജീവിതത്തിലെ അപായ സൂചനകൾ 19 അപായ സൂചനകൾ നമ്മൾ കടന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഏതാണ്ട് കുറച്ചൊക്കെ അറിവുകളൊക്കെ കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏതായാലും ഇന്നത്തെ വിഷയം സംശയം, ഡൗട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ, സംശയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മുടെ കുടുംബജീവിതത്തിലുള്ള പ്രത്യേകിച്ച് ഭാര്യമാരെയൊക്കെ സംശയിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വല്ലതൊക്കെ ആയിരിക്കും. ഇതാണല്ലോ നമ്മൾ പെട്ടെന്ന് വരുന്ന സംശയം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നാൻ സാധ്യത. ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇത് അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു തോന്നല് പെട്ടെന്ന് ചാടിക്കേറി മനസ്സിലേക്ക്. അതല്ലാതെ മറ്റൊന്നും സംശയത്തിന്റെ ആ പരിധിക്കകത്തോട്ട് വരുന്നില്ല. ആദ്യം വരുന്നത് കെട്ടിയോളോടുള്ള സംശയമാണ്. എന്തതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഒരുവിധം എല്ലാ മദ്യാസക്തരെന്ന് ഞാൻ പറയുന്നില്ല, മൊത്തത്തിൽ പുരുഷവർഗത്തെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നം പിടിച്ച ഒരു കേസാണ് ഈ സംശയം എന്ന് പറയുന്നത്. അതിൻ്റെ പല കാരണങ്ങളുമുണ്ട്. ക്ലിനിക്കലായിട്ടും പല കാരണങ്ങളുണ്ട്, മാനസികമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ ഈ സംശയം എന്ന് പറയുന്നത് അതൊരു വലിയ തോതിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അതൊരു രോഗാവസ്ഥയായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ സംശയ രോഗികൾ എന്നൊക്കെ വിളിക്കുന്നത്. ആണല്ലോ, ചിലരെ നമ്മൾ അങ്ങനെയൊക്കെ വിളിക്കും, അവനൊരു സംശയ രോഗിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് അതിൻ്റെ ഏറ്റവും വലിയൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ, ഉയർന്നൊരവസ്ഥയിലേക്ക് ഈ സംശയം സഞ്ചരിച്ച് ചെന്നെത്തുന്ന സമയത്ത് അതൊരു രോഗാവസ്ഥയായി മാറുന്നു എന്ന് മാത്രം അറിയുക തൽക്കാലം നമ്മൾ. അല്ലെങ്കിലും അല്പാൽപ്പം സംശയങ്ങൾ മനുഷ്യനാണോ ഉണ്ടായിരിക്കും. തൽക്കാലം നമുക്ക് ഈ കുടുംബത്തിലെ ഉണ്ടാകുന്ന സംശയത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ കൂടുതലും ഇന്നത്തെ ഈ ടോക്കിൽ വരിക നമ്മളെ മദ്യാസക്തരുടെ സുബോധ ജീവിതത്തിലൂടെയുള്ള സുഗമമായ പോക്കിന് ഈ സംശയം എന്ന് പറയുന്ന പാർട്ടി ഒപ്പിക്കുന്ന കൊച്ചു കൊച്ചു വികൃതികൾ നമ്മുടെ സുബോധത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം അതാണ് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. നമ്മളെ സുബോധം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സുബോധം മറ്റൊരു ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു നല്ല സുബോധാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലേക്ക് സംശയം കടന്നു വരുമ്പോൾ എന്താണ് നമ്മളിലൊക്കെ സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഇത് തന്നെയാണ് കഴിഞ്ഞ 19 ഞായറാഴ്ചകളിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സുബോധം സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. അത് നമുക്ക് അനിവാര്യമാണ്, അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ അതിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും കാരണങ്ങൾ നമ്മളെ വന്ന് മതിക്കാൻ തുടങ്ങിയാൽ അതിനെ നമ്മൾ അപ്പോൾ തന്നെ എടുത്തു മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വവും നമ്മുടെ ഒരു അതിജീവനത്തിന്റെ ഭാഗവും കൂടിയായിട്ട് മാറുകയാണ്. നമുക്ക് അതൊന്നും എഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളെ സോബ്രൈറ്റിയാണ് ഏറ്റവും വലുത്, നമ്മുടെ സുബോധം തന്നെയാണ് ഏറ്റവും വലുത്. അതിനെ നമുക്ക് സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് നമ്മുടെ അനിവാര്യമായ ആവശ്യമാണ്. അതൊരു അത്യാവശ്യം തന്നെയാണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ ഈ
ഞായറാഴ്ചകളിലെല്ലാം പറഞ്ഞു വരുന്നത്. അതിൽ ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ സംശയം എന്ന കാര്യത്തിലാണ്. ഞാൻ തുടങ്ങുമ്പം തന്നെ 10ാമത്തെ പടി ഒന്ന് ചുമ്മാ വായിച്ചു പോവാം. അതിലൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ്. 10ാമത്തെ പടി എന്താ പറയുന്നത്? സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടൻ സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് ഞാനിവിടെ വായിക്കാൻ ഇപ്പോൾ ഉള്ള കാരണം എന്താ വെച്ചാൽ, എയുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് തുടർച്ചകളാണ്. അത് വൺ ടൈം അല്ല. നമ്മൾ പടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ അത് ഒരിക്കൽ ഒരു പടി ചെയ്തിട്ട് പുസ്തകം പൂട്ടി വെക്കുന്ന ഏർപ്പാടല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ 10ാം പടി ഒന്ന് വായിച്ചത്. കാരണം അതിൽ തുടർന്ന് ചെയ്യുക എന്നുള്ളൊരു വാക്യം, ഒരു കാര്യം വരുന്നുണ്ട്. ഇതൊരു തുടർച്ച തന്നെയാണ്. നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ നിത്യേന എന്നോണം നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു കാര്യമാണ് ഈ പടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളത്. പലപ്പോഴും ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തിരിക്കുന്ന പലരും തോന്നുന്നുണ്ടാവും, അയ്യോ ഞാനത് ചെയ്യാത്ത ആളാണല്ലോ എന്നൊക്കെ. ഒരു പ്രശ്നവുമില്ല. ഇന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഉത്തേജനം കൂടി ആയി മാറണം ഇങ്ങനത്തെ ഓരോ ടോക്കുകളും എന്ന് ഒരു നിർബന്ധ ബുദ്ധി എവിടെയോ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ 10ാമത്തെ പടി ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ അഭ്യാസങ്ങളും. നമ്മൾ ഈ സംശയം എന്ന് പറയുന്ന വാക്ക് നമ്മൾ 12x12 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി നല്ല രസകരമായിട്ടൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: സംശയം തോന്നുമ്പോൾ ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് എൻ്റെ ഇംഗീതമല്ല, മറിച്ച് നിന്റെ ഇംഗീതം നിറവേറ്റപ്പെടട്ടെ എന്ന് നമുക്ക് എപ്പോഴും പറയാം. നമ്മളെ 12x12 പറയുന്ന ഒരു കാര്യം. സംശയം തോന്നുമ്പോൾ, സംശയങ്ങൾ തോന്നാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യുക. ചിന്തകളിലാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്ന മേഖല. അപ്പം അവിടെ ഒന്ന് തടയിടുക. എന്നിട്ട് എൻ്റെ ഇച്ഛകളും ഇംഗീതങ്ങളും ഒന്നും അല്ല നടക്കുന്നത്, മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെക്കാൾ വലിയൊരു ശക്തിയുടെ ഇംഗീതമാണ്, അത് നിറവേറ്റപ്പെടട്ടെ എന്ന് നമുക്ക് എപ്പോഴും പറയാം എന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഈ സംശയം എന്ന് പറയുന്ന കാര്യം അത് ഒരേ സമയത്ത് ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്, ഒരു ചാലഞ്ചായിട്ട് മാറും. അതേ സമയം തന്നെ അതൊരു അധ്യാപകനായിട്ടും മാറും, ഒരു ടീച്ചറായിട്ടും ഈ സംശയം എന്ന് പറയുന്ന പരിപാടി മാറുന്നുണ്ട്. അത് തന്നെ ഒരു വൈരുദ്ധ്യമാണ്. ഒരേ സമയത്ത് ഒരു വെല്ലുവിളിയും ആവുന്നുണ്ട്, അതേമാതിരി നമ്മളെ ഏതാണ്ടൊക്കെയോ പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപകനുമായിട്ട് മാറുന്നുണ്ട് ഈ സംശയം. സംശയം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനെ ഒരു പരീക്ഷണം, അങ്ങനെ നമ്മൾ പറയില്ല. ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളുണ്ട്. സംശയത്തെയും നമുക്ക് അങ്ങനെ തന്നെ കരുതാവുന്നതാണ്. ഇതൊരു പരീക്ഷണമാണ്. നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിട്ട് സംശയത്തെ കണ്ടു കഴിഞ്ഞാൽ എന്തിനൊക്കെയാണ് അത് പരീക്ഷിക്കുന്നതെന്നൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്നദ്ധതയെ അത് പരീക്ഷിക്കുന്നുണ്ട് ഈ സംശയം എന്ന് പറയുന്നത്. എന്താ നമ്മുടെ സന്നദ്ധത? നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി. നമുക്കത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 12ാം പടി ചെയ്യണം, അത്യാവശ്യമായിട്ട് ഒരാൾ എവിടെയോ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കോള് വന്നു, നമുക്ക് അവിടെ എത്തിപ്പെടണം. അതാണ് നമ്മുടെ ഒരു സന്നദ്ധതയുടെ ഭാഗമായിട്ടും നമ്മൾ അതുകൊണ്ടാണ് അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ അടിവരയിട്ട് പറയുന്നു. ഈ സംശയം കയറിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പം ഈ സന്നദ്ധതയെ അത് ബാധിച്ചെന്നിരിക്കും. ഞാനിപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? ഈ വക ചിന്തകളൊക്കെ കയറും.
ഇത് ഇതൊക്കെ അതായത് ഞാൻ അവിടെ പോയാൽ എന്ത് ചെയ്യാനാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ അതെനിക്ക് പോകാനുള്ള എൻ്റെ ഇഷ്ടക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ കാര്യം, എനിക്ക് വെറുതെ ലഭിച്ചൊരു കാര്യം മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് തന്നെയാണ് അത് പ്രസ്താവിക്കുന്നത്. ഇനി സംശയത്തിന്റെ പരീക്ഷണങ്ങളിൽ രണ്ടാമത് വരുന്നത് വിനയം ആണ്. വിനയത്തെ പരീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ട് സംശയം പലപ്പോഴും മാറാറുണ്ട്. അത് നമ്മൾ വിനയാതുരരായിട്ട് ഇരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ എന്ന് പൊതുവേ നമുക്ക് അറിയാം. നമ്മളങ്ങനെ ആർഭാടത്തിനോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഘോഷങ്ങളോ അതൊന്നുമില്ല. നമ്മൾ വളരെ ആ മോഡസ്റ്റി എന്ന് പറയുന്ന സാധനം, ഈ വിനയം എന്ന് പറയുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ കയറിക്കൂടുന്ന സമയത്ത് ഞാൻ എന്തിനാണ് മറ്റൊരാളുടെ മുന്നിൽ താന്നു കൊടുക്കേണ്ട ആവശ്യം? ഇതൊരു സംശയമാണ്. അയാൾ എന്നെക്കാളും കേമനൊന്നും അല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് അവൻ്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നത് എന്ന ഒരു സംശയം ഉടലെടുക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെയൊക്കെ സുബോധ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം അത് എൻ്റെ ഈ കാലം അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനയം എന്ന് പറയുന്ന ആ കാര്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് സംശയം നീങ്ങുന്നത്. പിന്നെ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സംശയം കാരണം പരീക്ഷണ മൃഗമായി മാറുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് വിശ്വാസമാണ്. വിശ്വാസത്തിനകത്തൊരു സംശയം കയറി വന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടന്നുണ്ടാക്കുന്ന കൊല്ലാപ്പ് ചില്ലറയൊന്നുമല്ല. നമ്മൾ ആലോചിച്ചാൽ അറിയാം. ഞാനൊക്കെ ഏല് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ കടുത്ത നിരീശ്വരവാദിയാണ്. അങ്ങനെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യത്തെ പറ്റി എതിർത്ത് വേദികളിൽ സ്ഥിരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുക്തിവാദി സംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരാള് ഏല് വന്നതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഠേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിശ്വാസിയായി മാറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഈ സംശയങ്ങളെല്ലാം വന്ന് കയറുന്ന സമയത്ത് അതുവരെ ആ കാലം വരെ ഞാൻ വിശ്വസിച്ചു കൊണ്ടിരുന്ന മറ്റൊരു തത്വസംഹിതയ്ക്ക് പകരമായിട്ട് എൻ്റെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ മാത്രമേ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ അത് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. എന്നാലും ദൈവത്തിൽ വിശ്വസിക്കാൻ വയ്യ. എൻ്റെ വിശ്വാസം വേറെയാണ്. അപ്പോൾ അങ്ങനത്തേക്കുള്ള സന്ദർഭങ്ങളിൽ സംശയം എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്ന എൻ്റെ ആ യാത്ര ഒട്ടും തന്നെ സുഗമമല്ലാത്ത രീതിയിലേക്ക് എത്തിച്ചു. അങ്ങനെ ആ യാത്ര എന്നെ കൊണ്ട് എത്തിച്ചത് ഒരു റിലാപ്സിലായിരുന്നു, ഒരു പുനർപതനത്തിലായിരുന്നു, ഒരു വീഴ്ചയിലായിരുന്നു. ഞാൻ തെന്നി. 6 മാസം കഴിഞ്ഞപ്പം തെന്നി വീണു. പിന്നെയും നോക്കി, പിന്നെയും കയറി വന്നു, വീണ്ടും തെന്നി. അങ്ങനെ നാലാമത്തെ കയറി വരലിലാണ് ഇപ്പം നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റി. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് പ്രധാനമായിട്ടും എന്നെ സഹായിച്ചത് ഈ വിശ്വാസം അല്പാൽപമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് പിന്നീട് അടിയുറച്ച വിശ്വാസമായി മാറുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. പിന്നീട് അങ്ങോട്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിട്ടില്ല. അതിൽ സംശയിക്കേണ്ട കാര്യം എനിക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ പറയാം, അടിയുറച്ച വിശ്വാസം എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തിൽ കണ്ണടച്ച് വിശ്വസിക്കുക? അതാണല്ലോ വാക്കിൻ്റെ ഘടന. എങ്ങനെയാണ് അതിൻ്റെ ഒരു ശൈലി? അതാണ്. എങ്ങനെയാണ് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുക? ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ കണ്ണടച്ച് വിശ്വസിക്കുന്നതിലുള്ളൊരു കുഴപ്പം ചിലരൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അപ്പം കണ്ണടയ്ക്കാതെയും വിശ്വസിക്കാം, കണ്ണടച്ചും വിശ്വസിക്കാം. എന്തായാലും വിശ്വാസം ഉണ്ടാവണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ ഈ പറഞ്ഞ മാതിരി വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട എന്നുള്ളത് തന്നെയാണ്
എൻ്റെ ഒരു ലൈന്. കാരണം അതിനെ എടുത്ത് കീറി മുറിച്ച് വെട്ടിക്കീറി വിശകലനം ചെയ്ത് വിമർശിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ സുബോധത്തെയാണ് അതെല്ലാം ബാധിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ വലിയ ആളാവാൻ പോകാറില്ല. കാരണം അതെനിക്ക് എൻ്റെ കൈ എത്തുന്നതിൻ്റെ അപ്പുറത്തുള്ളൊരു മേഖലയാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഈ നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു പുരോഗതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കൈവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ലൊരു പ്രവൃത്തിയുടെ ആവശ്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ വിശ്വാസം തന്നെയാണ്. ഈ വിശ്വാസവും സംശയവും രണ്ടറ്റങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. പോളാർ ഓപ്പോസിറ്റ്സ് എന്ന് പറയാം. രണ്ടറ്റങ്ങളിൽ, രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാധനം. എപ്പോഴും ഒന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട്. സംശയമാണ് വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്ത് കയറി കൂടിയിട്ട് ഇങ്ങനെ ഒരാളുണ്ടോ, എന്നേക്കാൾ വലിയൊരു ശക്തി, എന്തു ശക്തിയായിരിക്കും, അങ്ങനെ ഒരാൾ എവിടെയുള്ളത്, നീ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ? ഇങ്ങനെയൊക്കെയുള്ളതാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്, സംശയത്തിന് സാങ്കേതികം നൽകുന്ന ചോദ്യങ്ങൾ. അപ്പൊ കണ്ടതിനെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് ആരാ പറഞ്ഞ്? കാണാത്ത എത്ര കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു ദിവസം ഈ 24 മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്ര കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു വിശ്വാസമാണത്. അത് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ മക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം അതൊരു വിശ്വാസമാണ്. ഇതെല്ലാം ഈ അമൂർത്തമായ ഒരു വിശ്വാസ സങ്കല്പമാണ്. എല്ലാ സങ്കല്പങ്ങളും കോൺക്രീറ്റ് ആയിരിക്കില്ല, അമൂർത്തം തന്നെയാണ്, അബ്സ്ട്രാക്റ്റ് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ആകെ ഒരു അറ്റവും മൂലയും മാത്രം കണ്ടിട്ടേ ഉള്ളൂ മനുഷ്യനും ശാസ്ത്രവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഭൂരിഭാഗവും കാണാത്ത കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ കാണാത്തതിൽ. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഏതൊരു യുക്തിവാദിയും ഏതൊരു ശാസ്ത്രജ്ഞനും അവനും വിശ്വാസിയാണ്. എന്തില്? ഈ പ്രപഞ്ചത്തിൽ അവൻ വിശ്വസിക്കുന്നുണ്ട്. അവന് അതിൽ ഒരു സംശയവും തോന്നിയിട്ടില്ല. 73% പ്രപഞ്ചത്തിൽ കറുപ്പ് ബ്ലാക്ക് സ്പേസ് ആണ് എന്നുള്ളത്, ബ്ലാക്ക് മാറ്റർ എന്നാണ് അതിന് ഫിസിക്സിൽ പറയുന്നത്. അത് അറിയാത്തൊരു മേഖലയാണത്. അതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്നത്. 73% അങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് അറിയാത്ത മേഖല, പക്ഷെ നമുക്ക് വിശ്വാസമുണ്ട് അവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പം അത് നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അധികം എന്നെ പ്രവേശിപ്പിക്കാറില്ല. കാരണം അതെൻ്റെ സുബോധത്തെ ബാധിക്കുന്നൊരു കാര്യം. ഇനി ഈ സംശയം അപ്പാപ്പ പരിഹരിക്കാതെ നടന്നു കഴിഞ്ഞാൽ ഉണ്ടായി വരുന്ന വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെ പരിഹരിക്കാതെ വിട്ടു കഴിഞ്ഞാൽ, ഒന്ന്, അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ദുർബലമാക്കും. തകർക്കും എന്നല്ല ഞാൻ പറയും, ആത്മവിശ്വാസത്തെ ദുർബലമാക്കും. ആര്? ഈ സംശയം. അതിനെ നമ്മൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ. രണ്ട്, നമ്മുടെ ബന്ധങ്ങളെ അത് ദുർബലമാക്കും. മൂന്ന്, നമ്മുടെ പ്രതിബദ്ധതയെ, നമ്മുടെ കമ്മിറ്റ്മെന്റിനെ അത് ദുർബലമാക്കും. ഇതെല്ലാം കണ്ടിട്ടില്ലേ? ഒരു വൈറസ് അറ്റാക്ക് മാതിരി. ഇപ്പോൾ പുതിയ ഭാഷകൾ അതൊക്കെയാണല്ലോ. നമ്മളെല്ലാം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഭാഷ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പെട്ടെന്ന് തലയിൽ കയറുന്നുണ്ട് ആൾക്കാർക്ക്. എന്താ അതിൻ്റെ ഇതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വൈറസ് പോലെയാണ് പലപ്പോഴും ഈ സംശയം എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ബോധത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ ഉടനെയൊന്നും അത് നിന്നു പോയില്ല. അത് അല്പാൽപമായിട്ട് കാർന്ന് തിന്നുന്ന ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. സംശയവും ഈ കാർന്ന് തിന്നുന്ന ഒരു വൈറസ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രൊവൈഡഡ്, അതുകൊണ്ടാണ് പറയുന്നത് സംശയം അപ്പാപ്പം നിവാരണം ചെയ്തുകൊണ്ട് തന്നെ വേണം ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള യാത്ര. അതിനുള്ള എല്ലാ മെക്കാനിസവും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക്
നമ്മുടെ സുബോധത്തെക്കുറിച്ചോ നമ്മളെ മദ്യാസക്തിയെക്കുറിച്ചോ നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തെക്കുറിച്ചോ അതിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ പറ്റുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മേന്മയായിട്ട് നമ്മൾ കാണുന്നത്. ഒരു ഫോൺ കോൾ മതി നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ അല്പമൊക്കെ അറിയുന്ന ആൾക്കാരോടൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞൊരു സന്നദ്ധതയുണ്ട്, അതിൻ്റെ തെളിവ് നമുക്ക് അപ്പം കിട്ടും. ഇനി അഥവാ അയാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ പറയും ഒരു അരമണിക്കൂർ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. അതാണ് ശരിയായ ഏക്കാരൻ. അപ്പോൾ അദ്ദേഹം അതൊക്കെ റെഫർ ചെയ്തിട്ട്, കാരണം കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അയാളുടെ മനസ്സിൽ അപ്പം തോന്നിയ കാര്യം വിളിച്ചു കൂവി പറയലല്ല. ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ഒരാൾ നമ്മളോടൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആ സംശയം നിവാരണം ചെയ്യുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒതൻറ്റിക് ആയിരിക്കണം, അത് കൃത്യതയുള്ളതായിരിക്കണം, തീർച്ചയുള്ളതായിരിക്കണം. അതല്ലാതെ ഈ ഒഴുക്കം മട്ടിലുള്ള നിവാരണങ്ങളൊന്നും നടക്കില്ല. അപ്പം അതിന് സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിലും നമുക്ക് നമ്മളെ ബിഗ് ബുക്ക് ഉണ്ട്. അതൊന്ന് അതിനകത്ത് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന ഭാഗത്ത് ഇന്ന പേജിൽ അത് അതിനെപ്പറ്റി പറയുന്നുണ്ട്, നിന്റെ സംശയം അവിടെ അതൊന്ന് വായിച്ചു നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള ടിപ്സ് ഒക്കെ നമുക്ക് തരാനായിട്ട് പ്രാപ്തിയുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം മാക്സിമം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ അത് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഈ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടാവുന്നുണ്ടോ എന്ന്. അപ്പം ഞാനത് ആദ്യമേ ചോദിക്കും, ചേട്ടാ ഇത് നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ വേണ്ട, ഞാൻ നാളെ എങ്ങാനും വിളിക്കാം എന്ന് പറയും. ഇന്നേ വരെ ഒരാളും എന്നോട് എടാ എനിക്ക് ലേശം തിരക്കുണ്ട്, നീ പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് വേണ്ട, ഒരു തിരക്കും ഇല്ല, ഇത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം എന്നുള്ളൊരു മനസ്ഥിതിയാണ്. അതൊക്കെയാണ് നമ്മുടെ ആ സംഘത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ നമ്മളെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ കാണുന്ന ആ സന്നദ്ധതയുടെ ആ ഹൈറ്റ് ഓഫ് ആ സന്നദ്ധത, അതിൻ്റെ ആ ഉയർന്ന തലത്തിലേക്കാണ് അവരൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിലാർക്കും സംശയം വേണ്ട. ഏത് ഒരു സംശയം നിവാരണം ചെയ്യാനായിട്ട് ഇതിനകത്ത് സാധിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയുന്നത് അപ്പം പറയാം, ഇല്ലെങ്കിൽ നോക്കിയും കണ്ടുമൊക്കെ അത് നിവാരണം ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യം ഇവിടെ നടപ്പിലാവും. അത് ചെയ്യണം എന്നുള്ളതാണ്. ഞാനൊരു വലിയ സംശയാലുമായിരുന്നു. അതിൽ കയറിയ സമയത്ത് എനിക്ക് എല്ലാത്തിനോടും സംശയം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ, അതായത് മീറ്റിംഗ് എന്തിനാ ഇങ്ങനെ നമ്മൾ നടത്തുന്നേ ഇതൊക്കെ ബാലിശമായ സംശയങ്ങൾ. കാരണം കയറി വന്ന സമയത്ത് നമ്മൾ ഇന്നേ വരെ പരിചിതമല്ലാത്ത ഒരു സ്പേസിലേക്കാണ് ചെല്ലുന്നത്. ഇന്നേ വരെ നമ്മൾ പരിചിതമല്ലാത്ത ഒരു മീറ്റിങ്ങിൻ്റെ സ്വഭാവമാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്കത് പെട്ടെന്ന് ദഹിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊക്കെ. അപ്പം സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, ഇതെന്താ ഇവരെന്താ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ, എന്താ അത് ഈ പരിപാടി എന്താ ഇങ്ങനെ, അങ്ങനെയെല്ലാം വന്നപ്പോഴൊക്കെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ചില സമയങ്ങളിൽ ആരോടെങ്കിലൊക്കെ പോയിട്ട്, അല്ല ചേട്ടാ ഇതെന്താ ഇങ്ങനെ, അവിടെ നിവാരണമാണ് നടക്കുന്നത്. ഓക്കെ, അത് അപ്പം നടന്നിട്ടില്ലെങ്കിൽ ഇത് തലയ്ക്കകത്ത് കയറിയിരുന്ന് ഉപ്പും മുളകും അരയ്ക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഓക്കെ, നമ്മുടെ സംശയങ്ങളെ സത്യസന്ധമായിട്ട് നേരിടുക എന്നുള്ളത്, അത് സത്യസന്ധമായിട്ട് നേരിടുക എന്നുള്ളതിൽ നിന്നും അല്പം കൂടെ മുന്നോട്ട് കടന്ന് അവ തുറന്ന് പങ്കുവെക്കുകയും ചെയ്യുക എന്ന് കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ആ പ്രവൃത്തിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ മീറ്റിംഗ് ഹാളുകളിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. തുറന്നുള്ള സംസാരം, സത്യസന്ധമായിട്ടുള്ള ഷെയറിങ്ങുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ തുറന്ന് പങ്കുവെക്കുകയും സത്യസന്ധമായിട്ട് നമ്മളെ സംശയങ്ങളെ നേരിടുകയും ചെയ്യുമ്പം അത് ഒരു പരിധി വരെ ഇല്ലാതെയാവുന്നു. മുഴുവനായിട്ടും പോകുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ഒരു പരിധി വരെ ഇല്ലാതെയാവുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എല്ലാ സംശയങ്ങളും അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. കാരണം സംശയങ്ങളില്ലെങ്കിൽ മനുഷ്യകുലം തന്നെ ഇന്നുണ്ടാവില്ല. മനുഷ്യൻ ബേസിക്കലി സംശയാലുവാണ്. ഒരു
എന്താ പറയുക, ഒരു 2 ലക്ഷം വർഷം മുന്നേ നമ്മുടെ ആദി പിതാമഹന്മാരുടെയൊക്കെ കാലത്ത് അവന് സംശയമില്ലായിരുന്നെങ്കിൽ കുലം നശിച്ചു പോയേനെ. ഉദാഹരണം ഇപ്പൊ പറയാനാണെങ്കിൽ ഒരു ഒരു വിഷക്കനി എന്ന് വിചാരിച്ചോളൂ. അവനറിയില്ല അത് കഴിച്ചാൽ മരിച്ചു പോകും എന്നുള്ള കാര്യം അറിയാം. പക്ഷേ അതിൻ്റെ ആദ്യത്തെ കടി എടുത്തപ്പോൾ തന്നെ അവന് സംശയം, ഇതെനിക്ക് കഴിക്കാൻ പറ്റാത്തതാണോ? ഇതൊരു സംശയമാണത്. കാരണം അവനെന്തോ ഒരു രുചികേട് തോന്നുന്നുണ്ട്. അവനെ ഇറക്കിയപ്പോൾ അവനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അവൻ്റെ ശരീരത്തിൽ. അപ്പോൾ അത് അവനൊരു സംശയം തോന്നുകയാണ്. ഈ സംശയമില്ലാത്ത, നമ്മൾ മുമ്പേ പറഞ്ഞ മാതിരി കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു മനുഷ്യകുലത്തിലെ ആദ്യ ആൾക്കാരെങ്കിൽ നമ്മളെ കുലമില്ല. അവരത് കഴിക്കും, ചത്തുപോകും. അങ്ങനെ ഇല്ലാതെയായി പോകേണ്ട ഒരു മനുഷ്യകുലം എന്ന് ആലോചിച്ച് നോക്കിയേ. അത് നമ്മൾ ചെറിയ കുട്ടികളിൽ കാണാം. ചെറിയ കുട്ടികൾ നമ്മളെപ്പോഴും ഈ തീയുമായിട്ട് കളിക്കുന്ന സമയത്ത് കറണ്ട് പോയി മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആ നാളത്തിലേക്കൊന്ന് വിരലൊക്കെ ഇട്ടിട്ട് ഒന്ന് കളിക്കുമ്പോൾ പൊള്ളിക്കഴിഞ്ഞാൽ അവർ പിന്നീട് അങ്ങോട്ട് പോവില്ല. വീണ്ടും പോയിട്ട് പൊള്ളുവോ എന്നുള്ള സംശയം വെച്ചിട്ട് അവിടെ പോയി കുട്ടികൾ പെരുമാറില്ല. അവർക്കൊന്ന് കിട്ടി, അവർക്ക് മനസ്സിലായി അപകടമാണ്, ചൂടാണ്, കൈ പൊള്ളും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ പോവില്ല. നമ്മളെ പോലെ അല്ല, തമാശയാണേ, ആൽക്കഹോളിക്സിനെ പോലെ അല്ല. നമ്മൾ പൊള്ളിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കുടിച്ചോണ്ടിരുന്ന ആൾക്കാരാ. കുടി എനിക്ക് പറ്റാത്ത കാര്യമാണെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞു, ശരീരം സംസാരിക്കാൻ തുടങ്ങി, എന്നിട്ടും നമ്മൾ കുടിച്ചോണ്ടിരുന്നതാണ്. അത് നമ്മുടെ മാനസികമായിട്ടുള്ള ആ ഭ്രമം, ആ ഒബ്സഷന്റെ ഭാഗമായിട്ടും ശാരീരികമായിട്ടുള്ള അലർജിയെ മാറ്റിവെക്കുക. അതൊക്കെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം കൊണ്ടാലും അറിയാത്ത ആൾക്കാരും ഉണ്ട്. അതിൽ നമ്മളെയൊക്കെ പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ദൈവം സഹായിച്ച് ഇപ്പം നമ്മളൊക്കെ ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് സുബോധവാന്മാരായിട്ടിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ശരി. ഇനി നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. ഈ സംശയം എന്ന് പറയുന്നത് മാനസികമായി വീണ്ടും ആസക്തി ഉണ്ടാകാനുള്ള കാരണം ആകാറുണ്ട് എന്നുള്ള ശ്രദ്ധിക്കണേ. മാനസികമായി വീണ്ടും ആസക്തി ഉണ്ടാകാനുള്ള കാരണമാകുന്നു ആര്? സംശയങ്ങൾ. മാനസികമായിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്, ശാരീരികമായിട്ടല്ല. അതായത് ശാരീരികമായിട്ട് നമുക്കൊരു റിലാപ്സ് സംഭവിക്കുന്നതിൻ്റെ മുൻപാണ് എപ്പോഴും സംശയങ്ങൾ ഉണ്ടാകും. ശ്രദ്ധിച്ചാൽ അറിയാം, റിലാപ്സ് സംഭവിച്ചവർക്ക് അറിയാം. ശാരീരികമായിട്ട് ഞാനിപ്പോൾ പോയി സ്ലിപ്പായി, ഓക്കെ, അതാണ് ശാരീരികമായ റിലാപ്സ്. അതിന് കുറെ മുന്നേ തന്നെ ഈ പറഞ്ഞ ഡൗട്ട്സ് ഉണ്ടാവാൻ തുടങ്ങും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, സുബോധവാനായി തുടരുവാൻ എനിക്ക് സാധിക്കുമോ? ഇതൊരു സംശയമാണ്. സുബോധവാനായി തുടരുവാൻ എനിക്ക് സാധിക്കുമോ? കയറിയ ഉടനെ നല്ല സംശയം ഉണ്ടായിരുന്നു എനിക്ക് ആ കാര്യത്തിൽ. കാരണം എത്രയോ മാർഗങ്ങൾ അന്വേഷിച്ചു പോയിട്ടുണ്ട്, എത്രയോ ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് സുബോധം ലഭിച്ചിട്ടില്ല. പിന്നെ ഈ മീറ്റിംഗ് പ്ലേസിൽ കയറിയിരുന്നിട്ട് ഇതെല്ലാം കേട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ഞാനും പറയും, അതിനൊക്കെ ശേഷം എനിക്ക് എങ്ങനെ സുബോധം കിട്ടും എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഒരു മെന്റൽ റിലാപ്സിന്റെ ഒരു 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 എന്താ പറയുക, ഒരു ഉത്തേജകമായിട്ട് ഇത് മാറാറുണ്ട് ഈ സംശയം എന്ന് പറയുന്നത്. മാനസികമായിട്ട് വീണ്ടും നമ്മളിലേക്ക് ഈ ആസക്തി ഉയർന്നു വരുന്നു. അത് ഈ സംശയങ്ങൾ കാരണവും ഉണ്ടാവാം. പിന്നെയുള്ളത്, എനിക്ക് സുബോധവാനായി ഇരിക്കാൻ മാത്രമുള്ള ശക്തി ഉണ്ടോ എന്നുള്ളൊരു സംശയം. ഇത് നമ്മളെ സുബോധാവസ്ഥയിൽ ഉണ്ടാവുന്നൊരു സാധനം, പലർക്കും ഉള്ളൊരു കാര്യം. അത് എനിക്കതിനുള്ള, അതിന് പറയുന്ന ഒരു വേറൊരു എപ്പോഴും കേൾക്കുന്നൊരു വിൽ പവർ ഉണ്ടോ എന്ന് ചിലർ സംശയിക്കാറുണ്ട്. എനിക്കതിനുള്ള വിൽ പവർ ഉണ്ടോ? എനിക്കും ചെറിയ തോതിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് സാധിക്കുമോ സുബോധവാനായിട്ട് ഇങ്ങനെ തുടർന്ന് പോവാൻ? എനിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ മാനസികമായിട്ട്? അതാണ് ആ വിൽ പവർ എന്ന് ഉദ്ദേശിച്ചുണ്ടോ എന്ന്. പക്ഷെ ഇത് മാറി കിട്ടിയതും ഒരു മീറ്റിംഗ് ഹാളിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് ഒരാൾ ഷെയർ ചെയ്യാണ്. അതായത് പുള്ളി ഈ മദ്യത്തിൻ്റെ പെട്ടിക്കണക്കിന് മദ്യം തലയിൽ ചുമന്ന് ബാറുകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഹോസ്പിറ്റലൈസ് ചെയ്തു,
എയിൽ കയറി മദ്യപിക്കാതിരിക്കുന്നു, ഇതേ ജോലി തുടർന്നിരിക്കുന്നു, അത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. കാരണം വയറ്റിപ്പഴപ്പം, അയാൾക്ക് അത് നിർത്തിയ വേറെ പണിയൊന്നും അറിയില്ല. അയാൾ എന്നും രാവിലെ അയാളുടെ തലയിൽ ഒരു പെട്ടി നിറയെ മദ്യക്കുപ്പിയുണ്ട്, അത് ബാറുകളിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ. പക്ഷേ അയാൾ നിലനിൽക്കുന്നുണ്ട് ഏല്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞവര് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനുള്ള വിൽ പവർ ഉണ്ടോ, എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടോ എന്നും മറ്റുമുള്ള സംശയങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. വേറൊരു കക്ഷി ഇതുപോലെ തന്നെ 30 വർഷമായി ഇപ്പം. പുള്ളിക്കാരൻ പണ്ട് പട്ടക്കട ഉണ്ടായിരുന്നു. പുതിയ കുട്ടികൾക്ക് അത് അറിയില്ല, പട്ടക്കടയുടെ മഹത്വങ്ങളൊന്നും. പണ്ടുണ്ടായിരുന്ന പട്ടക്കടയിൽ പട്ട ഒഴിച്ചു കൊടുക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ആശുപത്രിയിൽ വന്നു, ചികിത്സ കഴിഞ്ഞു, സുബോധവാനായി, എയിൽ പ്രവേശിച്ചു. അതിനുശേഷം തിരിച്ചു പോകുന്നത് പട്ടക്കടയിലേക്ക് തന്നെയാണ്. പട്ട ഒഴിച്ചു കൊടുക്കുന്ന ജോലിയിലേക്ക് തന്നെയാണ് അയാൾ തിരിച്ചു പോകുന്നത്. പക്ഷെ അയാൾ പിടിച്ചു നിൽക്കാൻ പറ്റി. ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്ന എക്സാമ്പിൾസാ. പിന്നെ അവർക്ക് ഈ മദ്യവുമായിട്ട് സ്ഥിരം സമ്പർക്കം പുലർത്തുന്ന ഈ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? ഇതാണ് മീറ്റിംഗ് പ്ലേസിൽ നടക്കുന്ന ഷെയറിങ് മൂലം നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ശക്തി. അവിടെ ഒരാൾ അനുഭവം പറഞ്ഞു, അത് എനിക്ക് ശക്തിയായിട്ട് മാറുക, അത് എൻ്റെ പ്രതീക്ഷയായിട്ട് മാറുക. അതാണ് നമ്മളെ ESH എന്ന് പറയുന്ന അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും. അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണിത്. ഒരാള് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നു, ഞാനിങ്ങനെ ദിവസവും മദ്യവുമായിട്ട് സ്ഥിര സമ്പർക്കമുള്ള ഒരാളാണ്, ഞാൻ ഇത്ര ദിവസം സോബറാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കുന്ന ആൾക്കൊരു ശക്തിയും പ്രതീക്ഷയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അയാൾ ഷെയർ ചെയ്യുക, അയാളെ അനുഭവങ്ങൾ പങ്കുവെക്കുക. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു 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 സ്ഥലമാണ്, ഒരു സ്പേസാണ് മീറ്റിംഗ് ഹാള്. പിന്നെ രണ്ടാമത് വരുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അതായത് എന്ന് പറയുന്ന ഈ പ്രക്രിയയോട് തന്നെ, ഈ പ്രോസസ്സിനോട് തന്നെ സംശയം. അതായത് ഇത് ഉഡായിപ്പാണോ? ഈ പരിപാടി ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞൊരു നീല പുസ്തകവും വെച്ചിട്ട് കുറെ പേര് ചുറ്റും കൂടിയിരുന്നിട്ട് കഥയൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഉഡായിപ്പല്ലേ? ആദ്യകാലത്ത് ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും. കാരണം അതിനു മുൻപ്, എയിലൊക്കെ വരുന്നതിന് മുൻപ് മിക്കപ്പോഴും പലരും ഈ മദ്യപാനം നിർത്താനായിട്ട് മദ്യപാനി അറിയാതെ പൊടി കലക്കി, മദ്യത്തിൽ തന്നെ പൊടി കലക്കിയൊക്കെ കൊടുത്ത് അത് കുടിച്ച് വയറിളക്കമൊക്കെ പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോഴും വലിയ വലിയ പത്രങ്ങൾ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ പത്രങ്ങൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനത്തെ ഒരു കോളം ന്യൂസ് ആയിട്ട് കാണാം, അഡ്വർടൈസ്മെന്റ്, മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താനായിട്ടുള്ള മാർഗങ്ങൾ, അതിന് ഇന്ന നമ്പർ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കാരണം എത്ര പേരുടെ വയറ്റിപ്പഴപ്പ് ജീവിച്ചു പോരുന്നുണ്ട് എന്നുള്ള തമാശ. പക്ഷെ ഈ വക ഇതിനെയാണ് നമ്മൾ ഉഡായിപ്പ് എന്ന് വിളിക്കുന്നത്. കാരണം പൊടിയൊക്കെ കുടിച്ചിട്ട് മദ്യപാനം നിർത്താനായിരുന്നെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എന്നോ രക്ഷപ്പെട്ടു പോയി. പിന്നെ വേറൊന്ന് കാണാം, ഈ പറഞ്ഞ മന്ത്രവാദത്തിലൊക്കെ ഇതാക്കിയിട്ട് അവിടെയൊക്കെ കൊണ്ടുപോയി നമ്മുടെ കയ്യിൽ ഏലസൊക്കെ കെട്ടിത്തരും, അല്ലെങ്കിൽ തലയിൽ കൂടെ ഉഴിഞ്ഞിടുക. എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ കാരണം ആൾക്കാരുടെ കീശ നിറയാൻ നോക്കി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഈ അനുഭവങ്ങളൊക്കെ കാണും പലർക്കും. അത് കഴിഞ്ഞ് ഇവിടെ എത്തിപ്പെടുമ്പോൾ ദേണ്ട ഇരിക്കുന്നു കുറെ പേര് വന്ന് കയറിയ ഉടനെ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരത്തേക്ക് ഏതാണ്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നു. അതിനുശേഷം എല്ലാവരും കൂടെ ഇരിക്കുന്നു. ഏതോ ഒരാൾ വന്നിട്ട് അയാൾ കുടിച്ചു കിടന്ന കഥയൊക്കെ പറയുന്നു, അത് കേട്ട് കയ്യടിക്കുന്നു. വേറൊരാൾ പറയുന്നു ഞാൻ കുടി നിർത്തിയിട്ട് 20 കൊല്ലമായി എന്ന് പറയുന്നു, അതും കേട്ട് കയ്യടിക്കുന്നു. ഇത് എന്നാ ഇവിടെ നടക്കുന്നത്? ഇത് നമ്പർ 1 ഉഡായിപ്പല്ലേ എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഒരു സംശയം ഉണ്ടായി എന്ന് വരും. പക്ഷേ അന്നത്തെ ദിവസം അയാൾ കുടിച്ചിട്ടില്ല. ഇതൊരാള് പുള്ളിക്കാരൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അയാളിപ്പോ ആരോടെങ്കിലും ചോദിക്കും, ഇത് എന്താ ഇവിടെ പരിപാടി? ഒരു സംശയമാണ് അയാളുടെ, എന്ത് തരത്തിലുള്ള പരിപാടിയാ? പുതുമക്കാരന്റെ ചോദ്യമാണത്. അപ്പൊ അവിടെ പറഞ്ഞു, എന്ത് പരിപാടിയാണെങ്കിലും അത് അറിയാൻ, അതില് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾ കുടിക്കാതെ നിന്നല്ലോ,
ഈ എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെ വന്നുകൊണ്ട് അതിന്റെ ഫലമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല, നാളെയും വരിക. കീപ് കമ്മിങ് ബാക്ക്. അത് തന്നെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ കൂട്ടിപ്പിടിക്കുന്നത് ആൾക്കാരെ. കീപ് കമ്മിങ് ബാക്ക്, നാളെയും വരിക. പറ്റുമെങ്കിൽ നാളെ വന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ അനുഭവങ്ങളൊക്കെ പറയുക. ഇനി നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ അത് ചോദിക്കുക. അത്രയും ലളിതമായിട്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലെ കീറാമുട്ടികൾക്ക് ഇത് ഇഷ്ടമായി തോന്നുന്നത്. ഇവിടെ ലാളിത്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര. ഇവിടെ സഹോദര സ്നേഹം നന്നായിട്ടുണ്ട്. ഐക്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ അറിയാൻ തുടങ്ങുന്നു. അതുവരെ അത് എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. കാരണം അന്നത്തെ കാര്യം നടക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാളുമായിട്ട് ഐക്യം പ്രഖ്യാപിക്കും, അന്നത്തെ കുടി നടന്നു കിട്ടാൻ. അതല്ല, ഇത് കുടി നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടവർ തമ്മിലുള്ള ഒരു ഐക്യത്തിന്റെ അതിൻ്റെ ഒരു ക്വാളിറ്റി വേറെ. അത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പം ഈ കീപ് കമ്മിങ് ബാക്ക് ഒന്നും പറയണ്ട, അല്ലാതെ തന്നെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇഷ്ടപ്പെടാൻ തുടങ്ങി ഈ സ്ഥലം, ഈ ആൾക്കാരെ, ഈ പ്രോഗ്രാം, ഈ ഫെലോഷിപ്പ്, ഇതെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങും പയ്യെ പയ്യെ പയ്യെ. നമ്മളെ സംശയങ്ങൾ, ഈ പ്രോഗ്രാമിനോടുള്ള സംശയം മാറിക്കിട്ടും, ഈ ഫെലോഷിപ്പിനോടുള്ള സംശയം മാറിക്കിട്ടും. ഇത് ഉഡായിപ്പല്ല എന്ന് മനസ്സിലാവും. അത് തന്നെ, ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നിൽ എന്ന് മനസ്സിലാവാൻ തുടങ്ങുമ്പം അതിൻ്റെ മഹത്വം മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളാണ് കാര്യം. പിന്നൊന്ന് വരുന്നത് നമ്മളെ സ്റ്റെപ്സിനോടുള്ള ഒരു സംശയങ്ങൾ ഉണ്ടാവും. ഞാനിതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊരു സംശയം നിന്ന് ജനിച്ചു വരുന്നൊരു ചോദ്യമാണ്. ഞാൻ എന്നാത്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? ഈ പടികളൊക്കെ അത് പറ്റുന്നവരത് ചെയ്യട്ടെ, ആരും നിർബന്ധിക്കുന്നൊന്നും ഇല്ലല്ലോ, അല്ലേ? പിന്നെ അതിനെ നമ്മൾ എന്താ പറയുക, റേഷണലൈസ് ചെയ്യാൻ വേണ്ടി, യുക്തിഭദ്രമാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്. 86 കൊല്ലം മുൻപേ എങ്ങാണ്ടോ എഴുതി വെച്ച നിർദ്ദേശങ്ങൾ ഈ പുതിയ കാലത്ത് എങ്ങനെ നടപ്പാക്കാമെന്ന് അവർ വിചാരിക്കുന്നു, അല്ലേ? ശരിയാണ്. 86 ഇപ്പൊ നമ്മൾ വന്നിട്ട് 90 കൊല്ലമായി, 86 കൊല്ലമായി ഈ ഇതൊക്കെ സ്റ്റെപ്സ് ഒക്കെ എഴുതി വെച്ചിട്ട്. ഇത് ഈ പുതിയ ലോകക്രമത്തിൽ, ഈ പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അല്ലെങ്കിൽ ChatGPT-യുടെയും ഒക്കെ കാലത്ത് ഇതെങ്ങനെ പ്രായോഗികമാക്കും? അതാണൊരു സംശയം. എത്രയോ ആൾക്കാർ 22 ലക്ഷം ആൾക്കാർ ഈ പ്രോഗ്രാമിന്റെ മെച്ചം കൊണ്ട്, മേന്മ കൊണ്ട് ഇപ്പോഴും കുടിക്കാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അതിനപ്പുറം എന്ത് തെളിവാ വേണ്ടത്? 86 കൊല്ലം മുമ്പേ എഴുതി വെച്ച ഇതേ പടികളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് ഇത്രയും പേര് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രായോഗികമായിട്ട് എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പൊ അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ കൂട്ടായ്മ, നമ്മുടെ ഫെലോഷിപ്പിനോടുള്ള ഒരു സംശയമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. ഈ മദ്യപാനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അവിടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ അങ്ങനെ ഒരു സംശയം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതും അതിൻ്റെ ഒരു ഭാഗമാണ്. ഏത്? നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ ദൃഢമാക്കാനായിട്ട് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ സംശയത്തിന്റെ നിവാരണം അത്ര തന്നെയുള്ളൂ. കാരണം ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഘടനയെ ഒരുപക്ഷെ അതിനെ ദുർബലമാക്കുന്നുണ്ട്. ഫെലോഷിപ്പിനെയും പ്രോഗ്രാമിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ട്രഡീഷൻസ് എടുത്ത് പ്രയോഗിക്കേണ്ടി വരിക. അതിനാണ് ട്രഡീഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് സ്റ്റെപ്സ് ആർ ദെയർ ടു പ്രൊട്ടക്ട് യു ഫ്രം ഡ്രിങ്കിങ്. എന്നെയും നിങ്ങളെയൊക്കെ മദ്യപാനത്തിൽ നിന്നും മാറ്റി നിർത്താനായിട്ടുള്ള ഉപാധികളാണ് പടികൾ. പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനെ നിങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാനുള്ളതാണ് പാരമ്പര്യങ്ങൾ. കാരണം എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ നമ്മളെ പോലെയുള്ള ആൾക്കാരാണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ നിന്നും
ഈ സംഘത്തെ ഇല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടാവും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രഡീഷൻസ്. അതാണ് നമ്മൾ പറയുന്നത്, ഒരിക്കലും ട്രഡീഷൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിലേക്കും നമ്മൾ കാല് വെക്കരുത് എന്നുള്ളത്. അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ള സംഘടനയല്ല എന്നുള്ളൊരു ചിന്ത വേണം. നാളെ ഒത്തിരി പേർക്ക് രക്ഷപ്പെടാനുള്ളൊരു ഒരു ഉപാധി കൂടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഒരു മുന്നോട്ട് നോക്കിയിട്ടുള്ളൊരു ധാരണയും കൂടെ നമുക്ക് വേണം. ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ മാത്രമല്ലത്, നാളെ ഒത്തിരി പേര് ഇതിലേക്ക് വരാനുണ്ട്. അപ്പം ഇതിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നമ്മുടെ സംശയങ്ങൾ കാരണം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ട്രഡീഷൻസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ട്രഡീഷൻസ് തെറ്റിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞ് നമുക്ക് ഇല്ലാതെയാക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ അസ്ഥിവാരം തോണ്ടുന്നതിന് തുല്യമാണ്. പിന്നെ പൂർണ്ണമായിട്ടും മദ്യത്തിൽ നിന്നും വിട്ടു നിൽക്കണോ? ഇതൊരു സംശയമാണ്. പൂർണ്ണമായിട്ടും ഞാൻ എന്തിനാണ് മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്? സുബോധമൊക്കെ തിരിച്ചു കിട്ടിയല്ലോ, ഇതിനകത്തോടെയൊക്കെ സഞ്ചരിച്ച് സുബോധമൊക്കെ തിരിച്ചു കിട്ടി. ഇനി എനിക്ക് അല്പം നിയന്ത്രിച്ചൊക്കെ കഴിച്ചുകൂടെ? സംശയങ്ങളാ. വല്ലപ്പോഴും ഒരു ബിയറൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഒരു വൈനൊരു ശകലം കഴിച്ചാൽ അതൊക്കെ ആയിക്കൂടെ? വീണ്ടും ഇതൊക്കെയാണ് സംശയങ്ങൾ തലപൊക്കുന്നത്. ഇനിയുള്ള കാലം മുഴുവനും മദ്യമില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റുമോ? എന്തൊരു ഗതികെട്ട അവസ്ഥയത്. ഇനിയുള്ള കാലം മുഴുവനും ഞാൻ മദ്യം ഒഴിവാക്കി നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് സങ്കടത്തോടു കൂടി ചോദിക്കുന്ന ഒരു സംശയം. അപ്പൊ നമുക്ക് എടുത്ത് പ്രയോഗിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഇത് ഇനിയുള്ള അങ്ങ് വരെ ജീവിതാന്ത്യം വരെ ഒന്നും നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ നടക്കണം എന്നൊന്നും അയ്യേ പറയുന്നില്ല. ഒരു ദിവസത്തേക്ക്, 1 day at a time. ഇന്നൊരു ദിവസം മദ്യപിക്കാതിരിക്കുക. 24 മണിക്കൂർ പരിപാടിയാണിത്, അല്ലാതെ ഇത് ആജീവനാന്ത പരിപാടി അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ പുതുമക്കാരന്റെ വലിയൊരു സംശയം ഇല്ലാതെയാവുക. ഓ അങ്ങനെയാണോ, അത് ശരി, അതൊക്കെ ഒരു കൈ നോക്കാം എന്നൊക്കെയുള്ള മട്ടിലേക്ക് വരും. അപ്പൊ അങ്ങനെ 24 മണിക്കൂറുടെ പരിപാടിയിലൂടെ അത് സഞ്ചരിച്ചോളും. 24 വർഷമൊക്കെ എത്തുന്ന അങ്ങനെ അങ്ങ് പൊക്കോളും. അതാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ അവനവനിലുള്ളൊരു സംശയം അതൊരു ഗതികെട്ട അവസ്ഥയാണ്. അതായത് സെൽഫ് ഡൗട്ട് എന്നൊക്കെ നമ്മൾ പറയും. ഈ സ്വയം സംശയം ദുർബലപ്പെടുത്തുന്നത് എന്തിനെയാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയാണ്, കോൺഫിഡൻസിനെയാണ് ഇല്ലാണ്ടാക്കുക. നമുക്ക് നമ്മളിലുള്ള സംശയങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് തറ പറ്റിക്കുന്നത് എന്നുള്ള. അതായത് ഇങ്ങനെയൊക്കെ ചോദ്യം ചിലപ്പോൾ ഉള്ളിൽ വരും, ചോദിച്ചിട്ടില്ലെങ്കിലും ചിന്തയിൽ വരുന്നൊരു ചോദ്യമാണ്. അവർക്കൊക്കെ പറ്റുമായിരിക്കും, എനിക്ക് പറ്റുമോ? ഞാൻ ഒരു ദുർബലനല്ലേ? പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് നമ്മളിലുള്ള ആ ആത്മവിശ്വാസം കുറയുകയാണ് ഈ സംശയം വരുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക. അവർക്കൊക്കെ പറ്റുമെങ്കിൽ എനിക്കും പറ്റില്ലേ? തിരിച്ചിടുക, ചോദ്യത്തെ തിരിച്ചിടുക നമ്മൾ. അവർക്കൊക്കെ പറ്റും, എനിക്ക് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്, ആ സംശയകരമായ ചോദ്യത്തിന് നമ്മൾ മറുപടിയായിട്ട് കൊടുക്കേണ്ട അവർക്കൊക്കെ പറ്റുന്നില്ലേ, അപ്പൊ എനിക്കും പറ്റും പോരെ? അപ്പൊ അത് തന്നെ റിവേഴ്സൽ ആയപ്പം നമ്മുടെ ആ ഒരു സംശയത്തിനുള്ള നിവാരണമായി അവിടെ. ഞാൻ ദുർബലനല്ലേ, പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ നീ മാത്രമല്ലടാ, നമ്മളെല്ലാം ദുർബലരാ, പക്ഷെ നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നില്ലേ? ഉണ്ടല്ലോ. അപ്പൊ പറ്റും. യു ക്യാൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഐ ക്യാൻ എന്ന് പറയുന്നതിന്റെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ക്യാൻ ഐ എന്നാ വരിക. അതൊരു ചോദ്യചിഹ്നമായിട്ട് മാറും. അതാണ് സംശയം. ക്യാൻ ഐ, എനിക്ക് പറ്റുമോ? അപ്പൊ അത് തിരിച്ചിട്ടാൽ തന്നെ അതിൽ ഉത്തരമുണ്ട്, ഐ ക്യാൻ, എനിക്ക് പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് ഇതൊരു അടുത്തത് ഈ ഒരു ആത്മീയമായിട്ടുള്ളൊരു സംഘർഷം നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന സംശയങ്ങളുണ്ട്. അത് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള സഞ്ചാരത്തിനിടയിൽ പലരിലും കണ്ടുവരുന്നുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട് ആ കാര്യം, അങ്ങനത്തെ സംശയങ്ങൾ. അത് ക്രിയേറ്റ്സ്, അതെന്താ പറയുക, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും ഉള്ളിൽ. ഒരു ആത്മീയമായിട്ട് ഒരു സംഘർഷം
സൃഷ്ടിച്ചെടുക്കും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് ഒരു ഉയർന്ന ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു പരിപാടി, ആശ്രയിക്കുന്ന പരിപാടി. അത് ആ ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. ഉയർന്ന ശക്തിയിൽ വിശ്വസിക്കുന്ന പരിപാടിയാണ് എന്ന് പറയുന്നതിലും ഉയർന്ന ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു പരിപാടി. ഈ ആത്മീയമായ ഈ തലം, ഈ മാനം, ആത്മീയ മാനത്തെ സംശയിക്കുന്ന വ്യക്തി പിന്തുണയൊന്നും ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് എത്തും. അവൻ ഒറ്റപ്പെടും. അതാണ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നേക്കാൾ വലിയ ശക്തി ഉണ്ടോ എന്നുള്ളൊരു സംശയം, എന്നേക്കാൾ വലിയൊരു ശക്തിയേ ഉള്ളൂ എന്നുള്ള ഉത്തരമാണ് അതിനുള്ളത്. കാരണം എനിക്കെന്ത് ശക്തി ഇരുന്നിട്ടാ? ഒന്നുമില്ല. പറഞ്ഞു നോക്കുമ്പോൾ ഒരു കുറച്ച് കാലം എങ്ങാണ്ടോ ശ്വാസമൊക്കെ എടുത്ത് ഇവിടെ ജീവിക്കുന്ന ഒരു കുഞ്ഞു ജീവി, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഉള്ളത്? ഇതൊക്കെയാണ് നമ്മളുടെ ശരിയായ ഈ വശങ്ങൾ. വാട്ട് ഐ ആം, ഞാൻ എന്താണ് എന്നുള്ളത് ഒരു മിഥ്യയും ഇല്ലാതെ, ഒരു മിഥ്യാബോധവും ഇല്ലാതെ വാസ്തവത്തിൽ ഊന്നിക്കൊണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയെടുക്കൽ, അത് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്താണ് ഈ ആത്മീയമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള നമ്മൾ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കുന്നത്. അത് ഇതിനകത്ത് വന്നതിന് ശേഷം പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഏതാണ്ടൊക്കെയാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഇത്രയേ ഉള്ളൂലേക്ക് എത്തുന്നത്. ആ വളർച്ചയാണ്, അത് താഴോട്ടല്ല വരുന്നത്, അത് വളരുകയാണ് നമ്മൾ. ഓക്കെ, ഇനി ഈ സംശയവും നമ്മുടെ റിലാപ്സുകളും തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികം, ഒരു ഇമോഷണൽ ആയിട്ടുള്ള വശങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് കണ്ടുപിടിക്കാം. അതായത് സംശയം പലപ്പോഴും ഉണ്ടല്ലോ ഈ നിഷേധത്തിൻ്റെ ഒരു ഇന്ധനമായിട്ട് മാറാറ്. നിഷേധം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിനായൽ എന്ന് പറയൽ. ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഏയ് ഞാൻ ആൽക്കഹോളിക് ഒന്നുമല്ല, ആ ഒരു ഡിനായൽ. അപ്പൊ സംശയം നിഷേധത്തിൻ്റെ ഇന്ധനമായിട്ട് മാറിത്തീരാറുണ്ട്. അതായത് സംശയം ജനിക്കുന്ന സമയത്ത് തന്നെ നിഷേധം, ഡിനായൽ വീണ്ടും പ്രത്യക്ഷപ്പെടാം. മുമ്പ് അത് ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആരെങ്കിലും സമ്മതിച്ചിരുന്നോ പണ്ട് ഞാൻ മദ്യാസക്തനാണ്? ആ വാക്ക് പോലും നമുക്കറിയാം, എനിക്കൊന്നും അറിയില്ലായിരുന്നു. മദ്യാസക്തൻ എന്നുള്ള വാക്ക് ഞാൻ ഏതിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പം ഞാനിതിന് മുന്നിൽ അശക്തനാണെന്നുള്ള ഏഴ് പടികൾ വായിക്കുമ്പോഴാണ് ഞാൻ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് അന്നൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിഷേധം തന്നെയായിരുന്നു, ഡിനൈ ചെയ്യായിരുന്നു. എനിക്ക് ഈ പ്രശ്നമൊന്നുമില്ല, ഐ എം നോട്ട് എ പ്രോബ്ലം ഡ്രിങ്കർ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ നിഷേധത്തിന് ഇന്ധനമാകുന്നതാണ് സംശയം. അതുകൊണ്ടാണ് പറയുന്നത് സംശയം ജനിക്കുമ്പോൾ ഈ മുമ്പുണ്ടായിരുന്ന ഈ നിഷേധ സ്വഭാവം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. നമുക്ക് പണ്ടുണ്ടായിരുന്ന കുടിച്ചു നടന്ന കാലത്തുണ്ടായിരുന്ന ദുരന്തം പിടിച്ച അനുഭവങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. ഈ ദുരിതാനുഭവങ്ങൾ അതിനെ കുറച്ച് കാണിക്കുക എന്നുള്ളൊരു ലൈനിലേക്ക് എത്തും. അത്രയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അതിപ്പോൾ വലിയ കാര്യമാണോ? കാര്യമാണ്. ഏത് ഈ പറഞ്ഞ ലോറി കൊണ്ടുപോയിട്ട് ബൈക്ക് കൊണ്ട് ഇടിച്ചിട്ട് ഒരു വശം ഈ തമർന്ന പാർട്ടി, എല്ലൊടിഞ്ഞ പാർട്ടികളൊക്കെ ആയിരിക്കുന്നത്. അതിപ്പോൾ വലിയ കാര്യമാണ്. ഇതാണ് ഡിനായലിൻ്റെ ഒരു വലിയൊരു ഇത്. കാരണം അവൻ കുടിച്ചിട്ടാണ് അത് ചെയ്തതെന്ന് അവന് പറയാനായിട്ട് ഉള്ള മടിയാണത്. അത് സമ്മതിച്ചു കൊടുക്കാനുള്ള മടിയാണത്. സുബോധവാനായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന വാസ്തവം അംഗീകരിക്കാനുള്ള ഒരു മടിയാണ്. അതാണ് ഡിനായലിൻ്റെ ഒരു വലിയൊരു പ്രശ്നം പിടിച്ച ഒരു മേഖല. അതാണ് നമ്മളെല്ലാത്തിനും കള്ളു കുടിച്ചോണ്ടൊന്നുമല്ല, അതിപ്പോൾ അല്ലെങ്കിലും പറ്റാനിരുന്നല്ലേ, അതിപ്പോൾ കുടിച്ചോണ്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഈ ദുരിതങ്ങളെ നമ്മൾ കുറച്ച് കാണിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഉടലെടുക്കും. പിന്നെ ഈ മദ്യത്തിന് മേലുള്ള നിയന്ത്രണം, എനിക്ക് നിയന്ത്രിച്ചു കുടിക്കാൻ സാധിക്കും എന്ന ആശയം അത് വീണ്ടും തിരിച്ചു വരും. അതൊക്കെ വരുന്നത് ഈ സംശയമാണ്. ഈ നിഷേധ ഇന്ധനമാകുന്ന ഒരു സമയമാണത്. അതായത് എനിക്ക് പ്രശ്നമുണ്ടോ, ഞാൻ ആൽക്കഹോളിക് ആണോ എന്നുള്ള
ആ ചോദ്യത്തിലേക്ക് വരെ ഈ സംശയം നമ്മളെ എത്തിക്കും. ഞാൻ ആൽക്കഹോളിക് ആണോ? ഇവിടെ എയിലൊക്കെ വരുന്ന ഇവരൊക്കെ ആൽക്കഹോളിക്സ് ആയിരിക്കും, ഞാൻ അങ്ങനെയല്ലല്ലോ. സി, അത് എൻ്റെ രോഗാവസ്ഥയെ ഞാൻ നിഷേധിക്കുകയാണ്. പിന്നുള്ളത്, പലപ്പോഴും ഭയം എന്ന് പറയുന്നത് സംശയത്തിൻ്റെ വേഷം കെട്ടി വരാറുണ്ട്. ഭയമായിട്ട് വരുന്ന അവസ്ഥകളുണ്ട്, പക്ഷേ ഭയം സംശയത്തിൻ്റെ വേഷം കെട്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്താറുണ്ട്. ഈ പല സംശയങ്ങളും നമുക്കുണ്ടാകുന്നു, ഭയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പലതും വരാറുണ്ട്. എന്തിനെ പറ്റിയിട്ടുള്ള ഭയ? മാറ്റത്തെക്കുറിച്ചിട്ടുള്ളൊരു ഭയം. നമ്മൾ മാറിയ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റം പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും നല്ല, അത് നല്ലതിലേക്കുള്ള മാറ്റമാണെങ്കിലും മോശത്തിലേക്കുള്ള മാറ്റമാണെങ്കിലും രണ്ടും മാറ്റമാണ്. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം ആ സമയത്ത് ഉണ്ടാകുന്ന ചില ഭയപ്പാടുകളൊക്കെ ഉണ്ടാവും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പരാജയത്തെക്കുറിച്ചിട്ടുള്ളൊരു ഭയമാണ്. ഈ ഭയവും സംശയമായിട്ട് വേഷം മാറി എത്തും. അതാണ് ഈ ഇത്തരത്തിലുള്ള ഈ കൊനിഷ്ഠ ചോദ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അതായത് പരാജയപ്പെടുമോ ഞാൻ എന്നുള്ളൊരു ഭയം, ജീവിതത്തിൽ പരാജയപ്പെടുമോ എന്ന്. കാരണം കുടിച്ചു നടക്കുന്ന സമയത്ത് അത് മാത്രം കണ്ട് ശീലിച്ചവരാണ്. പരാജയം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ കണ്ട് ശീലിച്ചവരാണ്. കുടി നിർത്തിയ സമയത്തും അത് തന്നെ സംഭവിക്കുമോ? കുടിക്കാതിരിക്കുന്ന ആ ഒരു ആക്ഷനിൽ ഞാൻ പരാജയപ്പെടുമോ എന്നുള്ള സംശയം വരെ ഉണ്ടായിരുന്നിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു ഭയം എന്ന് പറഞ്ഞാൽ മദ്യമില്ലാതെ ജീവിതത്തെ നേരിടാനുള്ള ഒരു ഭയമുണ്ട്. കാരണം മുമ്പൊക്കെ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും രണ്ടെണ്ണം അടിച്ചു പോവുക എന്നുള്ളൊരു ലൈനാണല്ലോ. അപ്പോൾ ഒരു ധൈര്യം വരുമല്ലോ. അതിന് ഏതാണ്ട് ഒരു പേര് ഇംഗ്ലീഷുകാർ പറയും, ഡച്ച് കറേജ് എന്നൊക്കെ പറയും. ഡച്ചിന്ന് ആ നാട്ടുകാരുടെ ധൈര്യം രണ്ടെണ്ണം അടിക്കുമ്പോഴാണെന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കും എനിക്കൊക്കെ എന്തിനു പോയാലും ഒന്നും വേണ്ട, വീട്ടുകാരുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലും ഏറ്റവും അടുത്ത് ബാറുള്ള തിയേറ്ററിലേ പോവുള്ളൂ. അതെന്തിനാ? രണ്ടെണ്ണം ആദ്യം അടിക്കും, ഇൻ്റർവെൽ ആകുമ്പം ഓട്ടിപ്പോയിട്ട് രണ്ടെണ്ണം കൂടെ അടിക്കും. ഇതൊക്കെ ആയിരുന്നല്ലോ അഭ്യാസങ്ങൾ. അപ്പോൾ എന്ത് കാര്യത്തിലും ജീവിതത്തെ നേരിടാനായിട്ടുള്ളൊരു ഭയത്തിൻ്റെ പുറത്താണ് അതുണ്ടായി വരുന്നത്. മദ്യമില്ലാതെ എങ്ങനെ ജീവിതത്തെ നേരിടും എന്നുള്ളൊരു തോന്നൽ, അത് നമ്മളിലൊക്കെ ഈ പണ്ട് മുതലേ ഉള്ളൊരു സാധനമാണ്. മദ്യപാനം നിർത്തിയതിന് ശേഷം അതിൻ്റെ തുടർച്ചകളൊക്കെ ഉണ്ടായിന്നിരിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പപ്പും പൂടയൊക്കെ ഇപ്പോഴും ഉള്ളിലൊക്കെ കാണും. അതിനെ നിവാരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യം. നമ്മൾ അത്രയും ശ്രദ്ധാലുക്കളായിട്ട് അത്രയും ജാഗ്രത പുലർത്തിക്കൊണ്ട് ഈ മദ്യാസക്തി എന്ന് പറയുന്ന വൻ വിപത്തിനെ നേരിടുന്ന ആൾക്കാരാണ്. കാരണം ഇവിടെ ജാഗ്രതയാണ് ആവശ്യം. നമുക്ക് ഏത് സമയത്തും അവൻ കയറി വരാവുന്ന ഒരു ശത്രുവായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മളുടെ പരിചകൾ, നമ്മുടെ കവചങ്ങൾ കൃത്യമായിട്ട് ധരിച്ച് തന്നെ വേണം നമ്മൾ നിൽക്കാൻ. ഒരു ചാൻസ് കിട്ടിയ അകത്ത് കിടക്കുന്ന പാർട്ടിയാണ് ആസക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ജാഗ്രത വേണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഈ സംശയങ്ങൾ കടന്നു വരുമ്പം അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അവന് കടന്നു വരാനുള്ള, നമ്മളെ ആസക്തിക്ക് നമ്മളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക. നമ്മളായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുക. പിന്നുള്ളത്, ഈ സംശയം ഉണ്ടാക്കുന്ന മറ്റൊരു ദുർബലമാക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ പ്രചോദനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനം, അതിനെ ദുർബലപ്പെടുത്താനായിട്ട് സംശയങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് സുബോധത്തിൻ്റെ ഒരു മൂല്യം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുബോധത്തിൻ്റെ ഒരു മൂല്യത്തെയാണ്. അതിൻ്റെ ഒരു സാധ്യതയാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൂല്യത്തെയോ അല്ലെങ്കിൽ ആ സാധ്യതയോ നമ്മൾ സംശയിക്കാൻ തുടങ്ങുമ്പോൾ പ്രചോദനം കുറഞ്ഞു വരിക. പ്രചോദനം കുറഞ്ഞു വരുന്ന കൂട്ടത്തിൽ തന്നെ പഴയ ശീലങ്ങളും കടന്നു വരും, സംശയമില്ലാത്ത കാര്യം അത്. അപ്പം ഈ സംശയം കൂടുന്ന സമയത്ത് നമ്മുടെ പ്രചോദനം ദുർബലപ്പെടുന്നുണ്ട്, നമ്മൾ പറഞ്ഞ മാതിരി സത്യസന്ധത ഇല്ലാതാക്കുന്നുണ്ട്.
നമ്മളൊക്കെ ഇപ്പം നമ്മളാൽ കഴിയുന്ന തരത്തിൽ ജീവിതത്തിൽ സത്യസന്ധത പാലിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതാണ് നമ്മളെ ഏന്ന് പഠിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം പറയുന്ന സത്യസന്ധത എന്നുള്ളതിനെ ഒന്ന് ഊന്നൽ കൊടുത്തിട്ട് കടുത്ത സത്യസന്ധത, റിഗറസ് ഓണസ്റ്റി എന്നാണ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ ആവശ്യ ഘടകമാണത്, ഈ റിഗറസ് ഓണസ്റ്റി എന്ന് പറയുന്നത്, കടുത്ത സത്യസന്ധത. കാരണം സംശയം പിടിമുറുക്കുമ്പോൾ അത് കാഴ്ചപ്പാടുകളെ പോലും വളച്ചൊടിച്ച് കളയും. നമ്മളെയൊക്കെ ഇപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ നമ്മൾ പോകുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് തന്നിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, ജീവിതത്തെക്കുറിച്ചിട്ടുള്ളൊരു വീക്ഷണമുണ്ട്. ആ വീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ സുഗമമായിട്ട് സന്തോഷവാന്മാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംശയം പോലെയുള്ള കാര്യങ്ങൾ തലയിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ വളച്ചൊടിക്കും, വെള്ളം ചേർക്കും ഒക്കെ ചെയ്യും. അതാണ് ഈ ഹോണസ്റ്റി എന്ന് പറയുന്ന, റിഗറസ് ഓണസ്റ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ പൊരുൾ അതാണ്. അത്യാവശ്യമാണ് ഒരു മദ്യാസക്തൻ, നമ്മൾ സുബോധവാനായൊരു മദ്യാസക്തന്. അതാണ് ഈ ഓണസ്റ്റി ഇല്ലാതെ ആവുമ്പോഴാണ് തലയ്ക്കകത്തോട്ട് ഈ ഒരു ചോദ്യം കയറി വരുന്നത്. ആരും അറിയാതെ പോയിട്ട് 2 അടിച്ചാൽ എന്താ? ഇപ്പം അന്യനാട്ടിലൊക്കെ നമ്മൾ പോകുന്നത് വേണ്ട, ആരറിയാനാ? 2 അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ കുട്ടി അറിയാൻ പോകുന്നില്ല. അവിടെയാണ് ടു ദൈൻ ഓൺ സെൽഫ് ബി ട്രൂ. നമ്മുടെ ആ ടോക്കൺ വാങ്ങിയവർക്കറിയാം, ആ ടോക്കണിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാക്യമുണ്ട്, അവനവനോട് സത്യസന്ധത പുലർത്താനാണ് പറയുന്നത്. അവനവനോട് സത്യസന്ധത പുലർത്താൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളോട് നമ്മൾ സത്യസന്ധരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതാണ് മറ്റുള്ളവരോട് സത്യസന്ധത പുലർത്താനായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് പടി അവനവനോട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അവനവനോട് സത്യസന്ധത പുലർത്തി കഴിഞ്ഞാൽ മറ്റൊരാളോട് സത്യസന്ധത പുലർത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത് ഷേക്സ്പിയറിന്റെ ഒരു വാചകമാണത്. അത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പരോക്ഷമായിട്ട് പറഞ്ഞു പോവുക, നമ്മൾ എന്തിനെല്ലാമാണ് ബിഗ് ബുക്കിലെ പരാമർശങ്ങൾ എന്നുള്ളത് ആരോ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി. പല മേഖലയിൽ നിന്നുള്ള നല്ല നല്ല കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് LW ഈ സാധനം എഴുതിയുണ്ടാക്കിയിട്ടുള്ളത്. ആ മേഖലകളുടെ വൈവിധ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നിപ്പോകും. മതഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അന്നത്തെ കാലത്തെ തത്വചിന്തകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ സാഹിത്യ മേഖലയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ടു ദൈൻ ഓൺ സെൽഫ് ബി ട്രൂ എന്നുള്ളത്. ഷേക്സ്പിയറിൻ്റെ ഒരു വാചകമാണ്. അങ്ങനെ ഒന്നും പറയണ്ട, ഒരു മദ്യാസക്തനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള വാക്കുകൾ, ചിന്തകൾ, ആശയങ്ങൾ പല ദിക്കിൽ നിന്നും എടുത്തിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ടാക്കിയ കാര്യമാണ് നമ്മളെ ബിഗ് ബുക്ക്. അത്രയും കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോഴേ അറിയുള്ളൂ. ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് ബിഗ് ബുക്ക് സ്റ്റഡി നന്നായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണവും ആൾക്കാരിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും, അത് മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് ഓരോ ആൽക്കഹോളിക്കിലും ഉണ്ടാകുന്ന ഒരു മാറ്റം, ഞാനതാ പറഞ്ഞു, ആ ഡിഫറൻസ്, ഒരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് നമ്മൾ പറയാറുണ്ട്. അതായത് അത് മേന്മ ഉള്ളൊരു മാറ്റമാണ്. അവൻ ഈ ബിഗ് ബുക്ക് സ്റ്റഡിയിലൊക്കെ പങ്കെടുത്ത് വരുന്ന സമയത്ത് മുമ്പറിയാത്ത പല കാര്യങ്ങളും അറിയുകയും, ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ചില്ലറ കാര്യമല്ല എന്നുള്ള വാസ്തവം അവൻ മനസ്സിലാക്കുകയും, അതോടൊപ്പം തന്നെ അവനെ പറ്റിയുള്ള മതിപ്പും കൂടുകയും, അഹങ്കാരമല്ല ഞാൻ പറയും, അവനെ പറ്റിയുള്ള മതിപ്പ് അവന് കൂടുകയും, ഇതിൽ നിന്ന് കിട്ടിയ, നമ്മൾ പടികളിൽ പറയുന്ന പോലെ ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ അവൻ മറ്റുള്ള മേഖലകളിലേക്കും കൊടുക്കാൻ തുടങ്ങുന്നു. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൽക്കഹോളിക്സിലേക്ക് ഇത് എത്തിച്ചുകൊണ്ട് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാവും. അതാണ് ബിഗ് ബുക്ക് സ്റ്റഡി കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു കാര്യം. അതിനകത്ത് നമ്മൾ ഇതുവരെ അറിയാത്ത പല കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ ചികഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവരുന്നത്.
ഈ വരികൾക്കിടയിലൂടെ ഒക്കെ പോകുമ്പോഴൊക്കെയാണ് ഒരു മനുഷ്യനാണ് ഇത് ഇരുന്ന് എഴുതിയത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലൂടെ അന്ധകാലത്ത് കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ മിന്നലാട്ടം നടത്തിയിട്ടുള്ള ചിന്തകളെ പറ്റി നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അയാളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് എന്നുള്ള അറിവ്, അവരൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു മദ്യാസക്തൻ ഉണ്ടാവുമ്പോൾ മാത്രമേ എൻ്റെ പിടിച്ചു നിൽക്കൽ അതിനൊരു ശക്തിയും ഉറപ്പും ഉണ്ടാവൂ എന്നുള്ളൊരു വാസ്തവം. അങ്ങനെ എന്തൊക്കെ അയാളുടെ തലയിലൂടെ ഓടിയിട്ടുണ്ടാവും തോന്നിപ്പോവുക. അത് ബിഗ് ബുക്ക് സ്റ്റഡിയിൽ നമ്മൾ കഴിയാമെങ്കിൽ ഒന്ന് പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ സ്റ്റെപ്പ് സ്റ്റഡി നടക്കുന്നുണ്ട്, ബിഗ് ബുക്ക് സ്റ്റഡി നടക്കുന്നുണ്ട്, അതെല്ലാം കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ എങ്ങനെയൊക്കെ സമയമൊക്കെ കണ്ടെത്തിയൊക്കെ അവിടെ എത്തുക. കാരണം ഇത് നമുക്ക് ഗുണം ചെയ്യുന്നേ, നമ്മുടെ സുബോധത്തിന് ഗുണം ചെയ്യും, ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് പറ്റുന്നവർക്ക് അതൊക്കെ ഒന്ന് ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി അതിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ അറിവല്ലേ. നമ്മുടെ രോഗത്തെ പറ്റി ആദ്യം നമ്മൾ അറിയുന്നു, നമ്മുടെ ദുർബലതകളെ പറ്റി നമ്മൾ അറിയുന്നു, നമ്മുടെ തെറ്റുകളെ പറ്റി നമ്മൾ അറിയുന്നു. ഇതെല്ലാം നമ്മളെ അറിയുന്നു അല്ലേ? അതല്ലേ അത്യാവശ്യം വേണ്ടേ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാള കളിച്ചൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ സുബോധവാനാണ്, സുഖമാണ്, സന്തോഷമാണ്, സമാധാനമുണ്ട് എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതിൻ്റെ ഒരു വലിയ വേർഷൻ അവിടെ കിടപ്പുണ്ട്. ഈ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ കുറച്ചും കൂടെ വലിയൊരു ഒരു ഒരു ലെവലുണ്ട് എന്നുള്ളത്. ആ ലെവലിലേക്ക് എത്താനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുന്നതിൽ എന്താ തെറ്റ്? അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുന്നതിൽ എന്താ തെറ്റുള്ളത്? മിക്കപ്പോഴും കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബിഗ് ബുക്ക് സ്റ്റഡിയൊക്കെ ആ അതെല്ലാം കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ സ്റ്റെപ്പ് സ്റ്റഡിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരിലുണ്ടാകുന്ന വലിയ ഡിഫറൻസ് കാണുന്നുണ്ട്, ഭയങ്കര മാറ്റം കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാറ്റമാണ്. എനിക്കും ആയിക്കൂടെ എന്നുള്ളൊരു സംശയം ജനിക്കട്ടെ. ഈ അവരിലുണ്ടായ മാറ്റം എനിക്കും ആയിക്കൂടെ, അതൊരു സംശയം, അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംശയം. ഇഫ് ദേ ക്യാൻ വൈ കാണ്ട് ഐ? അതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ചിന്തകളൊക്കെ തലയിൽ പോവുക, കുറച്ച് സമയമൊക്കെ ഇതിനു വേണ്ടി കണ്ടെത്തുക എന്നൊക്കെ ഉള്ളത് നമ്മുടെയൊക്കെ ആവശ്യമാണത്. ഇനി സമയമായി തോന്നുന്നു അല്ലേ? കുറച്ചും കൂടെ നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് രണ്ടാം പടിയിൽ ഈ സംശയത്തെ ആൽക്കഹോളിക്സ് അനോണിമസ് നേരിട്ട് മുഖത്തോട് മുഖം അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് പക്ഷേ സംശയം എന്നുള്ള വാക്കൊന്നും എവിടെ ഇല്ലെങ്കിലും അതങ്ങനെ അതിനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വരികൾക്കിടയിലുണ്ട് ആ കാര്യം. ഞങ്ങളുടെ സുബോധം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. കെയിം ടു ബിലീവ്, അത് ആ പുസ്തകം ആ വാക്കുന്നതാണ്. കെയിം ടു ബിലീവ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ലിറ്ററേച്ചറാണ്. Came to believe that a power greater than ourselves could restore us to sanity. അതായത് രണ്ടാം പടി തുറന്ന മനസ്സോടെ സന്നദ്ധതയിലൂടെ സംശയത്തെ വിശ്വാസമാക്കി മാറ്റുകയാണ്. അതാണ് ദാറ്റ്സ് അതിൻ്റെ പൊരുളിൽ അവിടെ ഇത് കിടന്ന് കളിക്കുന്നുണ്ട്. ഈ സംശയത്തെ വിശ്വാസമാക്കി മാറ്റുന്ന പ്രക്രിയ ഈ പഠിക്കാത്ത എവിടെയോ കിടന്ന് കളിക്കും. അതുകൊണ്ടാണ് ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി നമ്മളൊക്കെ രണ്ടാം പടിയിൽ. പിന്നെ ഞാൻ 7 കാഴ്ചപ്പാടുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സ്പോൺസർഷിപ്പ് സംശയത്തെ പ്രതിരോധിക്കുന്ന അതൊരു എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം നല്ലൊരു സ്പോൺസർ ആണെങ്കിൽ അയാൾ എപ്പോഴും നമ്മുടെ സംശയങ്ങളെ ഒരു തെറ്റായിട്ട് ഒരിക്കലും കാണില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊന്നും പറയില്ല. അവര് സംശയങ്ങളെ ഒരു സ്വാഭാവികമായിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മളെ അങ്ങനെ മനസ്സിലാക്കി തരും. എങ്ങനെയൊക്കെ ആയിരിക്കും പറയും, ഇങ്ങനെ തോന്നുന്നതിൽ ഒരു പ്രശ്നമില്ല. ആദ്യകാലത്തൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ തന്നെ സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. ഇങ്ങനെ ഒരു വാക്ക് മറ്റൊരു നമ്മളെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കേൾക്കുമ്പോൾ എനിക്കിത് തോന്നിയതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള ആ ഒരു ധൈര്യം നമുക്ക് കിട്ടുക. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ സുബോധം നിലനിർത്താനായിട്ട് സാധിക്കുമെന്ന് തെളിയിച്ച് തന്നുകൊണ്ടിരിക്കുക. അവരുടെ അനുഭവങ്ങൾ
തെളിവുകളാണ് ശരിക്കും. ആ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ സ്പോൺസർഷിപ്പ് നമ്മുടെ സംശയത്തെ പ്രതിരോധിക്കുന്നുണ്ട് പല രീതിയിൽ. സംശയത്തിനുള്ള പ്രതിവിധിയായിട്ട് മീറ്റിംഗ്സിനെ കാണുന്നതിലും തെറ്റില്ല. സംശയത്തിനുള്ള ഒരു പ്രതിവിധിയായിട്ട് മീറ്റിങ്ങുകളെ കാണുക. കാരണം അവിടെ എന്താ നടക്കുന്നത്, അവിടെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ പല സംശയങ്ങളും നീങ്ങി കിട്ടാറുണ്ട്. അതായത് എനിക്ക് മാത്രം എന്താ ഇത്ര ദുരിതങ്ങൾ, അങ്ങനെയൊക്കെ ആദ്യകാലത്തൊക്കെ എനിക്കൊക്കെ എന്നെയൊക്കെ ബാധിച്ചൊരു കാര്യം. എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, വേറെ ആർക്കും ഇല്ലല്ലോ. പക്ഷെ ഒരു മീറ്റിംഗ് ഹാളിൽ പോയിരുന്ന് മറ്റൊരാളുടെ ഇതിലും വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ഉള്ളൊരു തോന്നലുണ്ടായി വരാറുണ്ട്. എല്ലാവർക്കും അനുഭവമുള്ള കാര്യം അത്. പിന്നെന്താ വെച്ചാൽ എൻ്റെ കുടുംബം എന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത, എൻ്റെ സുബോധാവസ്ഥ നിലനിർത്താനായിട്ട് ഞാൻ ഈ പെടാപ്പാടെല്ലാം പെടുന്നുണ്ട്, ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കുടുംബം എന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത. അപ്പം വേറൊരാളുടെ അടുത്ത് നിന്ന് നമ്മൾ വേറൊരു ഷെയറിങ്ങിൽ നമ്മൾ കേൾക്കുകയാണ്. അതായത് അയാൾ അയാളുടെ കെട്ടിയോളെ എല്ലനോണിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം അയാളുടെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെട്ടു. കാരണം അവളും അറിയുകയാണ്, പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ് എന്ത്, എനിക്ക് ചേട്ടന് ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാസ്തവങ്ങളൊക്കെ മനസ്സിലാകുമ്പം സപ്പോർട്ട് തന്നെ വരിക. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതൊന്ന് പറഞ്ഞ മാതിരി അതൊരു നല്ല നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നി. കഴിയാവുന്നതും നമ്മൾ കുടുംബത്തെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ, ഇതൊരു ചികിത്സയാണെങ്കിൽ അതിൽ അവരെ ഉൾപ്പെടുത്തുക. കാരണം ഇതൊരു രോഗമാണെങ്കിൽ ഈ രോഗം നമ്മളെ പോലെ തന്നെ ബാധിച്ചവരാണ് നമ്മളെ ഭാര്യമാർ, സംശയമില്ലാത്ത കാര്യം അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാത്രം ചികിത്സ കിട്ടിയിട്ട് കാര്യമില്ല, അവർക്കും വേണ്ടേ ഒരു ചികിത്സ. നമ്മൾ മാത്രം ഏലൂടെ നടന്നിട്ട് നല്ല മക്കളായിട്ട് മാറിക്കഴിയുമ്പോൾ അവർക്കും അതിനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കെ ആ സാധ്യത ഉപയോഗപ്പെടുത്തുക, കഴിയാവുന്ന അല്ലനോണിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ സംശയങ്ങളെ മറികടക്കുന്ന വിശ്വാസത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഏടെ കാഴ്ചപ്പാടിൽ ആത്മീയ വളർച്ചയുടെ ഭാഗമായി മാറുന്നുണ്ട് സംശയങ്ങൾ. ആത്മീയ വളർച്ചയുടെ ഭാഗമായിട്ട് സംശയങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ സംശയം ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല, വിശ്വാസത്തെ ദൃഢമാക്കാനുള്ള ഒരു ഉപകരണം കൂടിയാണത്. അവിടെ നമ്മൾ 5-ാം പടിയിൽ ഉള്ളൊരു ഇതിലേക്ക് കിടക്കാം. ഞങ്ങളുടെ തെറ്റുകളുടെ യഥാർത്ഥ രൂപം ദൈവത്തോടും സ്വന്തമായും മറ്റൊരു വ്യക്തിയോടും സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സംശയം വരും, എന്തിനാ ഈ മറ്റൊരു വ്യക്തി? ദൈവത്തോടും സ്വന്തമായിട്ട് സമ്മതിച്ചാൽ പോലെ എന്തിനാ ഈ മറ്റൊരു വ്യക്തിയോട് പറയുന്നേ നമ്മുടെ തെറ്റുകൾ? ഇത്രയും ആലോചിച്ചാൽ മതി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതാണ്, നമ്മുടെ മുഷിഞ്ഞ അടിയുടുപ്പുകൾ അത് മറ്റൊരാൾ അതിനെപ്പറ്റി കാണുമ്പോഴും അറിയുമ്പോഴുമാണ് അത് കഴുകണം എന്ന് നമുക്ക് തോന്നുക, അല്ലേ? അല്ലെങ്കിൽ നമ്മളറിയുന്നുണ്ട്, പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം അറിയുന്ന ദൈവത്തിനും അതറിയാം ഞാൻ ഇട്ടിരിക്കുന്ന മുഷിഞ്ഞ അടിയുടുപ്പാണെന്ന് അറിയാം. മറ്റൊരാൾ അറിയുമ്പോഴാണ് നമുക്ക് അയ്യേ തോന്നുക, അതൊന്ന് കഴുകണം എന്ന് തോന്നുന്നു. തെറ്റുകൾ അതുപോലെ തന്നെ തിരുത്തുവാൻ തോന്നണമെങ്കിൽ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് മറ്റൊരു വ്യക്തി അറിയുമ്പോഴാണ് നമുക്കത് തിരുത്താനായിട്ട് ഉള്ള ഒരു തോന്നലുണ്ടായി വരുന്നത്. അപ്പോൾ സംശയം ഒരു വേറൊരു തലത്തിൽ നമ്മൾ ഇതിനെ കാണുക എന്നുള്ള രീതി മനസ്സിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഈ ഒരു മാർഗം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും സുബോധത്തിൻ്റെ നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബൈജു ഭായ്. ബൈജു ഭായ്, ഞാൻ ഈ സംശയത്തിന്റെ ആളാണ്. ഒരു സംശയം കൂടി ചോദിക്കട്ടെ? ഖലീൽ ഭായ്. ഒന്നുമില്ല. ഒന്നുമില്ല. ഇപ്പൊ
15 വർഷമായി യാത്ര ചെയ്യുന്നതിൽ, കുറെ വായിച്ച്, ആ കുറെ ആ മനസ്സിലാക്കി, കുറെ പഠിച്ച് ഒക്കെ. പക്ഷെ എന്നാലും പിന്നെ ചെറിയ സംശയങ്ങളായാലും ഇപ്പൊ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് പ്രവർത്തിച്ചുള്ളതാണെങ്കിലൊക്കെ ഈ പുറത്തുനിന്നൊന്നും മറ്റുള്ളവരൊന്നും വിളിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാൻ ഈ മധ്യാസക്തരോട് മാത്രം ആ ഒരു കണ്ണിങ് എങ്ങനെയാണ് വരുന്നത്? അതൊരു സംശയം തന്നെ. എനിക്കിത് കേൾക്കുമ്പോ എനിക്ക് നല്ല സന്തോഷാ തോന്നുന്നു. ആ, കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഖലീൽ ഭായ്, ആ, അതെന്താ സന്തോഷം തോന്നാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉം, നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ഈ സംശയങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ ഒരു ആരോഗ്യപരമായ സംശയങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. അത് നിങ്ങളെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളെ ഈ യാത്ര ഒന്നും കൂടെ ഗംഭീരാക്കാനും സുഗമമാക്കാനായിട്ട് പറ്റും ഇതൊക്കെ നിവാരണം ചെയ്താൽ എന്നുള്ളൊരു ബോധ്യവും നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. പല ആൾക്കാരും ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അത് വേണം. നിങ്ങൾക്കത് അപ്പാപ്പ തീർത്ത് പോണം എന്നുള്ളൊരു തോന്നലുണ്ട്. അതാണ് ശരിയായ ലൈന്. ഈ- നിങ്ങൾ Thank you. കറക്റ്റാണ് നിങ്ങളെ ആള്. Okay, okay, thanks. താങ്ക് യു ഖലീൽ ഖാ, താങ്ക് യു. ഒരു മിനിറ്റ്, ഞാൻ